ഹലോ ഗായ്സ്, ഇന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൊണ്ട് ചെറിയൊരു ട്രിപ്പ് പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ മടവൂർ പാറ കാണാൻ പോവാം. നമ്മളുടെ പീജിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ ഇതിൽ പോവും. കഥ അടയ്ക്കാൻ ഞാൻ മറന്നുപോയി ഗായ്സ്. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും പേടിയാണ്. കള്ളന്മാർ കയറുമോ, പീഡിപ്പിക്കുന്ന ആൾക്കാർ കയറുമോ, അങ്ങനെയൊക്കെ അമ്മയ്ക്ക്. കഥ അടച്ചില്ലെങ്കിൽ കള്ളന്മാർ കയറുമെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ ഞാൻ ഇവിടെ കഥയൊന്നും അടയ്ക്കാറില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ഗായ്സ്. ഭയങ്കര ചൂടാകുന്നുണ്ട്. ബൈ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം എത്തി ഗായ്സ്. ഇതാണ് മടവൂർ പാറ. ഇവിടെ എൻ്റെ പി ജിന്ന് അടുത്താണ്, കുറച്ച് പോയാൽ മതി. അവിടെ ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിള്ളേർക്കുള്ള പാർക്കാണ്, നമുക്ക് വലിയവർക്കൊന്നും കളിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളിങ്ങോട്ട് വരാൻ നേരത്ത് മടവൂർ പാറയ്ക്ക് 2 വഴി പോവാം. അപ്പം ചിലർ പറഞ്ഞത് പാർക്കിലോട്ട് പോകുന്നതാണ് എളുപ്പമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചത് നമുക്കൊക്കെ കളിക്കാൻ പറ്റുന്ന വലിയ പാർക്കാണ്. പക്ഷെ അങ്ങനെയല്ല, ചെറിയ പാർക്കാണ്. ടെമ്പിൾ എവിടെയായിരിക്കും? ടെമ്പിൾ അവിടെ അത് 5:30 തുറക്കത്തു. Yes. നമ്മള് കണ്ടേ ഇവിടെ വാങ്ങിക്കും. വരാൻ പ്ലാൻ ചെയ്തു, പക്ഷെ വരാൻ പറ്റിയില്ല. വരാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഒടിഞ്ഞ് താഴെ വരണം.
എങ്ങനെയുണ്ട്? കാട് നടക്കണമായിരിക്കും. കുളവോ? എല്ലാം ഒഴിപ്പിക്കും. ഇവിടെ ഇന്ന് കാണുന്ന ഈ മല നമ്മളവിടെ ഇന്നുണ്ട് അല്ലേ? ആയിരിക്കും. വണ്ടി പോകുന്നത് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മീൻകുളം ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ കൂടെ പിന്നെ ഞങ്ങളൊന്ന് കാണിക്കാമെന്ന്. ഒരു കുട്ടി അവർ നേരത്തെ അവിടെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കറിയാം അവിടെ മീനൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെന്നപ്പം അവിടെ അധികം മീനൊന്നും ഇല്ലായിരുന്നു. അധികം എന്നല്ല, അവിടെ മീനേ ഞാൻ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിന്ന് ആ പെണ്ണ് പറഞ്ഞു അവർ കഴിഞ്ഞ് വന്നപ്പം ഇഷ്ടം പോലെ മീനുണ്ടായിരുന്നു. പക്ഷെ അവർ ഇത്തവണ വന്നപ്പം അങ്ങനെ മീനൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് വേണം ഇങ്ങനെ കയറല്ലേ? പക്ഷെ ഒന്ന് തെന്നി വേണം ഉരുണ്ട് വീഴും. ആ പാറ ഉരുണ്ട് പോത്തില്ല.
എനിക്കങ്ങനെ ദാഹിച്ചിട്ട് വയ്യായിരുന്നു. പിന്നെ അവിടെ അടുത്ത് തന്നെ കടയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരു മിനറൽ വാട്ടർ വാങ്ങാൻ വിചാരിച്ച് അങ്ങനെ കയറുന്നത്. അപ്പോൾ കണ്ട ഐസ്ക്രീം കണ്ട് നമ്മൾ വെറുതെ വിടുമോ? പക്ഷേ എനിക്ക് ഐസ്ക്രീം കഴിക്കുന്ന മൂടല്ലായിരുന്നു. അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചില്ല. അല്ലാതെ ഐസ്ക്രീം വാങ്ങായിരുന്നു. നമ്മളോരോ പൈസ ചിലവാക്കുന്നത് അമ്മമാരുള്ളപ്പോൾ അമ്മമാരാണല്ലോ. നമുക്ക് എന്ത് വേണേലും വാങ്ങിച്ച് കഴിക്കാമല്ലോ. പക്ഷേ അന്നേരം എനിക്ക് ഐസ്ക്രീം കഴിക്കുന്നൊരു മൂഡിലാണ് ഗൈസ്. അങ്ങനെയെല്ലാം വാങ്ങിച്ച് മിനറൽ വാട്ടറൊക്കെ വാങ്ങിച്ച് പതിയെ ഇറങ്ങി. അല്ല അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇത് ഏറ്റവും ടോപ്പാണ്. നമ്മളിനിയും താഴെ പോകണം. കാരണം അവിടെയാണ് നമ്മുടെ അമ്പലം അവിടെയാണ്. അപ്പം നമുക്ക് അമ്പലത്തിൽ പോകാനാണ് നമ്മൾ ബേസിക്കലി വന്നത് ഇവിടെ. സോ അപ്പം ഈ പാറയിലൂടെ കയറാൻ വിചാരിച്ച് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. അങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുന്നതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ താഴോട്ട് ഇറങ്ങുന്ന സമയത്താണ് നമുക്കൊരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അതായത് ഇവിടുത്തെ കാര്യങ്ങൾ, എങ്ങോട്ടൊക്കെ പോകണം, ഇതുവഴി പോകണം എന്നൊക്കെ പറഞ്ഞു തരാൻ ഒരു വൈറ്റ് ഷർട്ട് ഇട്ട് ചേട്ടനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രയായി ഗൈസ്. കുറേ നേരമായി പിന്നെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അമ്പലം തുറന്നില്ല. ഇവിടെ അമ്പലം തുറക്കുമ്പോൾ ഒരു 5:30 ആവും. അങ്ങനെ തിരുമേനി വരുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി കുറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് വന്ന് പതിയെ വണ്ടിയിലോട്ട് കയറുക. അത്യാവശ്യം കയറ്റമുണ്ട്. ഇപ്പം ഇവിടെ സ്റ്റെപ്പല്ലേ, കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പം നമ്മൾ മലയിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ആ കല്ല് തന്നെ കൊത്തി സ്റ്റെപ്പാക്കിയൊക്കെ അവർ കാണിച്ചു തരാം. എടുത്ത് വെച്ചാറുണ്ട് അതിന് ഉത്തരം. അങ്ങനെ അമ്മ എനിക്കും അച്ഛനും വേണ്ടി രസീതൊക്കെ എഴുതി. പിന്നെ ഒരു ചരട് വാങ്ങിച്ചായിരുന്നു. സോ ഇതെല്ലാം വാങ്ങിച്ച് നമ്മൾ മണ്ടയ്ക്കോട്ട് പോകണം. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ഇതാണ്. പ്രായമുള്ളവർക്കൊക്കെ കയറാൻ അത്ര ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. കാരണം അവിടെ കൈവരി ഉണ്ടല്ലോ, അപ്പോൾ അത് പിടിച്ച് കയറാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷേ എനിക്ക് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഫോൺ പിടിച്ചുകൊണ്ട് അതിൽ പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അത്ര ഷാർപ്പായിട്ടൊന്നുമല്ല ഷേപ്പ് ചെയ്തേക്കുന്നത്. ഇച്ചിരി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്.
തൊഴുതൊക്കെ കഴിഞ്ഞു. ആ സ്റ്റെപ്പ് പറഞ്ഞത് പിന്നെ ഒരു ടാസ്ക് ആയിരുന്നു എനിക്ക് ഗൈസ്. മലയുടെ മണ്ടയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വൈബൊക്കെ ആയിരുന്നു കേട്ടോ, മണ്ടയ്ക്ക് നിൽക്കാനൊക്കെ. അതൊക്കെ ഒന്ന് കണ്ടിങ്ങനെ ആസ്വദിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും വരണം ഇവിടെ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇവിടെ, അത്രയ്ക്കേ ഉള്ളൂ കാണിക്കാനൊക്കെ. ചരട് കെട്ടിട്ട് പോയിരുന്നു. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങുവാണ്. പിന്നെ കയ്യിൽ ചരട് കെട്ടണമായിരുന്നു, അപ്പം അമ്മ അത് കെട്ടി തരുമായിരുന്നു. ഗായ്സ്, വേറെ വീഡിയോയിൽ പിന്നെ നമുക്ക് കാണാം.